നമ്മുടെ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75-ാം വാർഷികമാണിന്ന്. 1946 ഡിസംബർ 9 ആദ്യമായി കൂടിയ ഭരണഘടനാ സഭ 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്താണ് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. കയ്യെഴുത്ത് കലാകാരന്മാരുടെ കുടുംബത്തിൽ പിറന്ന പ്രേം ബിഹാരി നാരായൺ റൈസാദ സക്സേന ഒറ്റക്കാണ് ഇംഗ്ലീഷിലുള്ള ഭരണഘടനയുടെ വാചകങ്ങൾ കടലാസിലേക്ക് പകർത്തി എഴുതിയത്. കൈകൊണ്ടെഴുതിയ ഭരണഘടന എന്ന നെഹ്റുവിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നെഹ്റു ഈ ദൗത്യം ഏൽപ്പിച്ചത്. 6 മാസം കൊണ്ടാണ് കയ്യെഴുത്തു പ്രതികൾ തയ്യാറാക്കിയത്. അതിന് അദ്ദേഹം പണമൊന്നും വാങ്ങിയില്ല. പകരം താൻ എഴുതുന്ന പേജുകളിലെല്ലാം പ്രേം എന്ന് ചെറുതായി താഴെ എഴുതണമെന്നും അവസാനത്തെ പേജിൽ തന്റെ അച്ഛന്റെ പേരുകൂടി വെക്കണമെന്നുമായിരുന്നു ആവശ്യം. ചെക്കോസ്ലോവാക്കിയയിൽ നിന്നും UK-യിൽ നിന്നും കൊണ്ടുവന്ന 303 നിബ്ബുകൾ ഉപയോഗിച്ചാണ് കയ്യെഴുത്ത് പ്രതികൾ പൂർത്തീകരിച്ചത്. 1000 വർഷത്തോളം കേട് സംഭവിക്കാത്ത പ്രത്യേക രീതിയിൽ പദം വരുത്തിയ തോൽ കടലാസിലാണ് കയ്യെഴുത്ത് പ്രതികൾ തയ്യാറാക്കിയിട്ടുള്ളത്. 221 പേപ്പറുകളിലായി എഴുതിയിരിക്കുന്ന ഭരണഘടനയുടെ ഭാരം 3.75 കിലോഗ്രാമാണ്. ഭരണഘടനയുടെ അവസാന പേജിൽ 284 അംഗങ്ങളുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. അതിൽ 13 മലയാളികളുമുണ്ട്. യഥാർത്ഥ കയ്യെഴുത്തു പ്രതി പാർലമെന്റ് ലൈബ്രറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഹീലിയം നിറച്ച ഒരു കവചത്തിനുള്ളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയാണ് സംരക്ഷിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഓക്സിജനുമായി ചേർന്ന് നശിച്ചു പോകാതിരിക്കുവാനാണ് ഈ ക്രമീകരണം. ഭരണഘടന തയ്യാറാക്കുവാൻ അന്നു വേണ്ടി വന്ന ചെലവ് 63.96 ലക്ഷം രൂപയായിരുന്നു. അന്ന് ശരാശരി സ്വർണ്ണവില അവന് 81.6 രൂപയാണ് എന്നുകൂടി ഓർക്കണം.